ഹായ്, വെൽക്കം ടു ഫ്യൂസ് HD. രണ്ട് ഹാപ്പി മൊമെൻറ്റ്സിനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. ഒന്നാമതായിട്ട് ജൂലൈ 7th ആയപ്പോൾ നമ്മുടെ ഫ്യൂസ് HD 3 years കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ വേറൊരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 37K സബ്സ്ക്രൈബേഴ്സും 8.5 million വ്യൂവേഴ്സും ആയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും വലിയൊരു സന്തോഷം തരുന്ന കാര്യമാണ്. പിന്നെ ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്ത് നിങ്ങളെല്ലാവർക്കും വളരെയധികം നന്ദി അറിയിക്കുന്നു. തുടർന്നും ഈ സപ്പോർട്ട് നമ്മളോടൊപ്പം ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്നു. പിന്നെ ഈ ഒരു പുതിയ വർഷത്തിൽ ഞങ്ങൾ നിങ്ങൾക്കായിട്ട് പുതിയൊരു കാറ്റഗറി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡ് പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഇന്ത്യയിലെ സ്ട്രീറ്റ് ഫുഡുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പുതിയ സെഗ്മെൻറ്റാണ്. ആ സെഗ്മെൻറ്റും നിങ്ങൾ കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. നമ്മുടെ കാര്യവട്ടം ക്യാമ്പസിൻ്റെ സൈഡിലായിട്ട് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു ഫുഡ് വാഗൺ ഉണ്ട്. പാബ്ലോ ബണ്ണി ഫുഡ് വാഗൺ എന്നാണ് ഇതിൻ്റെ പേര്. നമ്മളിപ്പോൾ ഉള്ളത് കാര്യവട്ടം ക്യാമ്പസിൻ്റെ തൊട്ടടുത്തായിട്ട് പാബ്ലോസ് ബണ്ണി വാഗണിലാണുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഒരു ബൊലേറോ പിക്കപ്പ് വാൻ ഉണ്ടല്ലോ, അതിൻ്റെ ബാക്കിലാണ് ഈ ഫുഡ് വാഗൺ മൊത്തം സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ പോകുമ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ഒരു ജീപ്പ് കിടപ്പുണ്ടാവും. ഒരു ഗ്രീൻ കളർ ജീപ്പ്, ഒരു പഴയ ജീപ്പാണ്. അതിൻ്റെ ഉള്ളിൽ ഒരാളുണ്ട്. ഇവിടെ വിവേക് എന്ന് പറഞ്ഞിട്ടൊരു ബ്രോ ഉണ്ട്. അപ്പോൾ പുള്ളിയാണ് ഇതിൻ്റെ പ്രൊപ്പറേറ്റർ കം കുക്ക്. പുള്ളി നന്നായിട്ട് കുക്ക് ചെയ്യും. നല്ല വെറൈറ്റി ഡിഷസ് ഇവിടെ ഉണ്ട്. ഇപ്പോൾ ബൺ ഐറ്റംസ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വിവേക് മച്ചാനോട് ബാക്കി കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ, മൈ നെയിം ഈസ് വിവേക് ശങ്കർ. ഞാനൊരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്. അപ്പം ഇത് ഇപ്പം വളരെ അടുത്തല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു 1.5 വർഷമായിട്ട് ഇത് ചെയ്യാനുള്ളൊരു ഐഡിയയിലുണ്ട്. ഇപ്പോഴാണിത് എല്ലാ പരിപാടികളെല്ലാം കഴിഞ്ഞ് വർക്കൗട്ടായി പുറത്ത് വന്നത്. അപ്പോൾ നമ്മുടെ മെയിൻ ഡിഷ് എന്ന് പറഞ്ഞാൽ ബണ്ണി ചൗ ആണ്. ബണ്ണി ചൗ മീൻസ് ഒരു സൗത്ത് ആഫ്രിക്കൻ ഡിഷാണ്. ഡർബൻ ബണ്ണി ചൗ എന്നാണ് പറയുന്നത്. ഇത് ഒരു ഹിസ്റ്ററി ഉള്ള ഡിഷാണ്. ഈ അപ്പാർത്തൈഡ് ടൈമിൽ ബ്ലാക്സിനോ ഇന്ത്യൻസിനോ ഒന്നും നോർമൽ വൈറ്റ്സ് നടത്തുന്ന റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഗ്രേവി വാങ്ങാനോ ഒന്നും പറ്റില്ല. അപ്പം അവർ റെസ്റ്റോറൻറ്റിൻ്റെ ബാക്കിൽ ചെന്നിട്ടൊരു കൗണ്ടർ കാണും. അവിടെ നിന്ന് ഒരു പാത്രം എന്തെങ്കിലും വെച്ചിട്ട് കറി അവർക്ക് ഒഴിച്ചു കൊടുക്കും, തൊടാതെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. അപ്പം ആ ടൈമിൽ അവരൊരു പാത്രം ക്യാരി ചെയ്യുന്നതിന് പകരം അവരൊരു ബ്രെഡിനകത്ത് സ്കൂപ്പ് ചെയ്തിട്ട് അതിനകത്ത് ഗ്രേവി വാങ്ങിക്കൊണ്ട് പോകും. അപ്പം അത് നിന്ന് ഇങ്ങനെ അവിടുത്തെ ഡർബനിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഇത് ബ്രെഡിനകത്ത് ഈ ഗ്രേവി ഒരുപാട് നേരം സോക്ക് ചെയ്തിരിക്കും, ടേസ്റ്റ് മാറും. നമ്മൾ അങ്ങനെ ഉണ്ടായി വന്ന ഡിഷാണ്, അങ്ങനെ ഓളായി വന്ന ഡിഷാണ് ബണ്ണി ചൗ. എത്ര ഡിഷസ് ഉണ്ട് ഇവിടെ? നമ്മൾ ബണ്ണി ചൗ ഉണ്ട്. ബണ്ണി ചൗവിൻ്റെ വെറൈറ്റീസ് ഉണ്ട്. വെജ്, ചിക്കൻ, ബീഫ്, അങ്ങനെ ചിക്കൻ്റെ തന്നെ 2 ടൈപ്പ് ഉണ്ട്, റെഡ് ആൻഡ് വൈറ്റ്. അത് ഗ്രേവി മൈൽഡായിട്ടുള്ള ഗ്രേവിയാണ് വൈറ്റ്. മറ്റേ റെഡ് ഇത്തിരി സ്പൈസി ആയിട്ടുള്ളതാണ്. പിന്നെ ഉള്ളത് റോൾസ് ഉണ്ട്. നമ്മൾ ഈ കൽക്കട്ടയിലൊക്കെ ഉള്ള കട്ടി റോളില്ല, ഈ കട്ടി റോളിനെ നമ്മൾ ഒരു മലയാളിവൽക്കരിച്ച ഒരു ഡിഷാണ്. നമ്മുടെ അകത്ത് വയ്ക്കുന്ന കീമ നമ്മുടെ മസാലയാണ്. ഇത് 4th ഡേ ആണ്. നമ്മൾ ട്രയലിലായിരുന്നു ഒരു കഴിഞ്ഞ 1 month ആയിട്ട്. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലും ഞാൻ, മൈ ഫ്രണ്ട് അനസ്, പിന്നെ ശ്യാം, 3 ആൾ.
വീട്ടിലായാലും അമ്മയുടെ കൂടെ ചമ്മന്തി അരയ്ക്കുന്ന സീനുണ്ടല്ലോ, അങ്ങനെയൊക്കെ തുടങ്ങി അത്യാവശ്യം. പിന്നെ ഫുഡ് പാഷനാണ്, കഴിക്കാൻ ഇഷ്ടമാണ്, അതുപോലെ തന്നെ ഉണ്ടാക്കാനും. ഇല്ല, നമ്മൾ ട്രയൽ ആൻഡ് എറർ തന്നെയാണ്. ആദ്യം ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും ശരിയാവില്ല, പിന്നെ ഉണ്ടാക്കി ഇതിപ്പം ഈ ഐഡിയ കിട്ടുന്നത് ഫേസ്ബുക്കിലെ പേജിൽ നിന്നൊക്കെയാണ്, ടേസ്റ്റ് മെയ്ഡ്. അപ്പം ആ പേജിൽ നിന്നൊക്കെയാണ് ബണ്ണിച്ചോ ഐഡിയ. പിന്നെ കട്ടി റോള് ഡൽഹിയിലൊക്കെ പോകുമ്പോൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കീമ നമ്മുടെ ലെവലിലോട്ടാക്കി. പിന്നെ ഇന്നലത്തെ ഗ്രേവി അല്ല, ഇന്ന് നമ്മൾ കുറച്ചുകൂടെ ആൾക്കാരുടെ ഫീഡ്ബാക്ക് എടുത്തിട്ട് സജസ്റ്റ് അങ്ങനെ നോക്കുകയാണ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നിട്ടുണ്ട്. ബണ്ണി ചൗ ആണ് നമ്മൾ ആദ്യം ഓർഡർ ചെയ്തത്. അപ്പോൾ ആ സാധനം ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ സുനിലേട്ടൻ അത് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്ക്.